കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കേരള MG സർവകലാശാലകളിലും പ്രതിഷേധ മാർച്ച് അല്പസമയത്തോടകം തന്നെ ആരംഭിക്കും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, വലിയ പ്രതിഷേധമാണ് അവിടെ ചാൻസലറുടെ കാവ്യവൽക്കരണ ശ്രമങ്ങൾ ആരോപിച്ചുകൊണ്ട് എസ്എഫ്ഐ നടത്തുന്നത്. എപ്പോഴാണ് ഈ മാർച്ച് ആരംഭിച്ചത്? പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട് അല്ലേ ശാന്തകുമാർ? തീർച്ചയായും പിന്നിൽ വലിയ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് സമരം. അവിടെ എത്തിയാണ് പോലീസ് സമരത്തെ തടയാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷം തന്നെയാണ് ഉണ്ടായത്. വലിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. കാരണം അകത്ത് കടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസും വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഒരു സംഘർഷാവസ്ഥ ഇവിടെ തുടരുന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുൻവശം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുൻവശം തന്നെയാണ് ഇപ്പോൾ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ സമരം ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് വൈസ് ചാൻസലർ ഇവിടെ നിന്നും പോയത്. എന്തായാലും വൈസ് ചാൻസലർ ഉൾപ്പെടെ ഈ കെട്ടിടത്തിന് മുന്നിൽ തന്നെയാണ് ഇപ്പോഴും സമരം തുടരുന്നത്. വൈസ് ചാൻസലർ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഈ സമരം ഇവിടെ തുടരുക തന്നെയാണ്. നേരത്തെ അറിയാം, SFI സംസ്ഥാന വ്യാപകമായി എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തുന്ന സമരം തന്നെയാണ്. ഗവർണറുടെ കാവ്യവൽക്കരണ നിലപാടുകൾക്കെതിരെ, യൂണിവേഴ്സിറ്റികൾ കാവ്യവൽക്കരിക്കുന്ന നിലപാടുകൾക്കെതിരെയാണ് SFI പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്ന് ആ സമരമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ വലിയ ഒരു സമരമായി മാറുകയും അതായത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തോതിൽ ഉന്തുതള്ളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കി ഈ കെട്ടിടത്തിന് മുന്നിൽ, ഈ ഓഫീസിന് മുന്നിൽ സമരം തുടരുക തന്നെയാണ്. ബിനിൽ, ഓക്കെ, വലിയ പ്രതിഷേധമാണ്. ശാന്തകുമാർ, അവിടെ മുകളിലേക്ക് വാതിൽ തുറന്നുള്ളിൽ കയറാനുള്ള ശ്രമം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. വാതിലിൽ ആഞ്ഞടിക്കുന്നതും കാണാമായിരുന്നു. ചില പ്രവർത്തകർ ആ വാതിലിന് മുകളിലുള്ള ആ ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല അല്ലേ? തീർച്ചയായും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലല്ല ഇപ്പോഴും തുടരുന്നത്. ഈ സമരം തുടരാൻ തന്നെയാണ്. കാരണം ഈ കെട്ടിടത്തിന് അകത്തേക്ക് കടക്കുന്ന ഇരുമ്പ് വാതിലാണ്. ആ വാതിലാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ശ്രമിക്കുന്നത്. പക്ഷേ അതിനകത്തും പോലീസ് വലിയ തോതിലുള്ള കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും സമരം തുടരുക തന്നെയാണ്. ഇപ്പോൾ അതിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഇതിനിടയിൽ പോലീസുമായി പല സമയങ്ങളിൽ ഉന്തുതള്ളുമുണ്ടാവുന്നു. സംഘർഷത്തിലേക്ക് എന്തായാലും പോലീസിന്റെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധക്കാരെ നേരിടാനും ശ്രമിക്കുന്നത്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസിന്റെ ഭാഗത്ത് ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ SFI ശക്തമായ പ്രതിഷേധവുമായി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുക തന്നെയാണ്. ബിനിൽ, വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രതിഷേധ സമരം നേതാക്കൾ അഭിസംബോധന ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്വാഗതം ചെയ്യുകയാണ്. SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് സാദിഖിനെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ എത്താം. ശാന്തകുമാർ, എപ്പോഴാണ് ഈ മാർച്ച് ആരംഭിച്ചത്? ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ മാർച്ച് യൂണിവേഴ്സിറ്റിയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് മുന്നിലേക്ക് എത്തിയത്. അതായത് വൈസ് ചാൻസലർ P. രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കെട്ടിടമാണ്, യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട കെട്ടിടമാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. ആ ഓഫീസിന് മുന്നിൽ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഇപ്പോൾ സമരം എത്തിയത്. അത് എത്തിയ ഉടൻ തന്നെ അതൊരു സംഘർഷ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധക്കാരെ നേരിടെങ്കിലും വിദ്യാർത്ഥികൾ പലപ്പോഴും അത് വലിയ പ്രകോപനപരമായ നടപടികളിലേക്ക് പോവുകയുണ്ടായി. ഉന്തുതള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അത് പലപ്പോഴും തുടർന്നു. അവർ ഓഫീസിന് അകത്ത് കടക്കാനുള്ള ശ്രമമാണ് ആരംഭിച്ചത്. പക്ഷെ അത് പോലീസ് തടഞ്ഞു. അകത്തും പോലീസ് വലിയ തോതിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തെ പ്രതിഷേധ സമരം പുറത്ത് കുത്തിയിരുന്ന അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ബിനിൽ, ഓക്കെ, ശാന്തകുമാർ തുടരുക. നമുക്ക് ശാന്തകുമാറിലേക്ക് മടങ്ങിയെത്താം. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. ബാരിക്കേഡുകൾ മറിച്ചിടാൻ SFI പ്രവർത്തകർ ശ്രമിച്ചു. എവിടെ വെച്ചാണ് ഈ ബാരിക്കേഡ് സ്ഥാപിച്ച് പ്രവർത്തകരുടെ മാർച്ച് പോലീസ് തടഞ്ഞത്? ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? ഏതായാലും ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക്, അതിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് വെച്ച് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് മാർച്ച് തടയാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ
മാർച്ച് എത്തിയ ഉടൻ തന്നെ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല കോമ്പൗണ്ടിലേക്ക് കടന്ന പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന്റെ മുന്നിലേക്ക് വരെ എത്തുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. സർവകലാശാല ആസ്ഥാനത്തെ ജനൽ ചില്ലുകളും വാതിലുകളും ഒക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കാണ് ഏതായാലും കണ്ണൂരിൽ ഇപ്പോൾ SFI മാർച്ച് പോയിരിക്കുന്നത്. ഗവർണറുടെ സർവകലാശാലകൾ കാൽവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ നടത്തിയ പ്രതിഷേധം അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയാണ്. മാർച്ച് എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇതോടുകൂടി പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. എന്നാൽ ഈ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കെ തന്നെ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറുകയായിരുന്നു. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രവേശന കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നുള്ള സമരം നടക്കുന്നു. ഒരു വശത്ത്, മറുവശത്ത് ഈ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. ഇപ്പോഴേതായാലും ഈ സർവകലാശാലയ്ക്ക് അകത്തേക്ക് വിദ്യാർത്ഥികൾ ഈ SFI പ്രവർത്തകർ പ്രവേശിച്ചു എന്നുള്ളത് കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനകത്ത് കയറി തന്നെയുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അതായത് VC-യുടെ റൂമിന് മുന്നിലേക്ക് ഉൾപ്പെടെ ഈ പ്രതിഷേധം എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് വലിയ സന്നാഹം ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ SFI പ്രവർത്തകർ പോയിരിക്കുന്നു. അവരിപ്പോൾ VC-യുടെ ഓഫീസിൽ തൊട്ട് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പ്രവേശിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടത്തുകയാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഏതായാലും കണ്ണൂരിൽ കാര്യങ്ങൾ പോകുന്നു. പോലീസ് ബാരിക്കേഡ് തീർത്ത് ഈ സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കം തടഞ്ഞിരുന്നു. പക്ഷേ ഈ SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തി അവർ ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ആസ്ഥാനത്തിന് മുന്നിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. VC-യുടെ ഓഫീസിലേക്ക് തന്നെ ഈ പ്രവർത്തകർ ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. നമുക്ക് അല്പം സമയത്ത് തത്സമയ ദൃശ്യങ്ങൾ കൂടി ലഭ്യമാക്കാമെന്നാണ് കരുതുന്നത്. കാരണം ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബാരിക്കേഡ് ഉൾപ്പെടെ തീർത്തതിനാൽ തന്നെ നേരത്തെ നമുക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ അല്പ സമയത്ത് ഇപ്പോൾ വീണ്ടും ഈ SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് പോകാൻ തടയുകയാണ്. ആ പ്രവർത്തകരെ അവിടെ നിന്ന് അവസ്ഥയിൽ നീക്കാനുള്ള ശ്രമം ഉൾപ്പെടെയാണ് നടത്തുന്നത്.